ദൈനംദിന കാര്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതകരമായ രഹസ്യങ്ങൾ. ഫ്രണ്ട്സ്, നിത്യജീവിതത്തിൽ നാം കാണുന്ന ഓരോ വസ്തുവിന് പിന്നിലും ഒരുപാട് രഹസ്യങ്ങളും മറഞ്ഞിരിക്കുന്നുണ്ട്. ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ മറ നീക്കി പുറത്തു കൊണ്ടുവരികയാണ് ഫാക്സ് മൊജോ ഇന്നത്തെ എപ്പിസോഡിലൂടെ. യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളുടെയും യഥാർത്ഥ ഉപയോഗം പോലും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ജെറ്റ് വിമാനങ്ങൾ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ആകാശത്ത് ഇങ്ങനെ വെള്ളവരകൾ ഉണ്ടാകുന്നത് എന്നറിയുമോ? കിച്ചൺ പൈപ്പ് അടഞ്ഞാൽ ഇനി വെറും വിനാഗിരിയും സോഡാ പൊടിയും കൊണ്ട് പ്രശ്നം പരിഹരിക്കാം. ബാറ്ററിയുടെ ചാർജ് മനസ്സിലാക്കാൻ ഈ സിമ്പിൾ ടെക്നിക് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. എന്തിനാണ് ബാറുകളിൽ ഈ സ്പെഷ്യൽ സ്പൂൺ ഉപയോഗിക്കുന്നതെന്നറിയുമോ? സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലുകൾക്കടിയിൽ എന്തിനാണ് ഇങ്ങനെയൊരു ഡിസൈൻ? അമേരിക്കൻ കോയിനുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരത്തിനായി എപ്പിസോഡ് മുഴുവൻ കാണൂ. സ്വാഗതം ഫാക്സ് മൊജോയിലേക്ക്. നമ്പർ 10. ബസ് സീറ്റുകളിലെ വൈചിത്ര്യം. ബസ്സിൽ കയറിയാൽ പിന്നെ വിൻഡോ സീറ്റിലിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? എന്നാൽ ഈ ബസ്സുകൾക്കകത്തും ചില രഹസ്യങ്ങളുണ്ട്. എത്ര അടിപൊളി മോഡേൺ ബസ്സുകളാണെങ്കിലും എല്ലാ ബസ്സുകളിലെയും സീറ്റുകൾ ഇതുപോലെ വിചിത്രമായ പാറ്റേണിലായിരിക്കും ഉണ്ടാവുക. ശരിയല്ലേ? ഇതെന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രതിദിനം 1000-ഓളം ആളുകളാണ് ഒരു ബസ്സിൽ കയറുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ബസ്സിനകത്തെ പൊടിയുടെയും മഴുക്കിന്റെയും അളവും കൂടുതലായിരിക്കും. ഇത് മറയ്ക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാ ബസ്സുകളും സീറ്റുകൾക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സീറ്റുകൾക്ക് ബ്രൈറ്റ് നിറങ്ങളും വിചിത്രമായ പാറ്റേണുകളും ഉപയോഗിക്കുമ്പോൾ ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് തിരിയുന്നു. അതേസമയം സീറ്റിലുള്ള കറകളും പൊടികളും കണ്ണിൽ പെടുന്നുമില്ല. ബസ്സിലെ സീറ്റ് എപ്പോഴും ഫ്രഷ് ആയി തോന്നുകയും ചെയ്യും. ഇത്രയും ആളുകൾ പ്രതിദിനം യാത്ര ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ട് ബസ്സിലെ സീറ്റിൽ യഥാർത്ഥത്തിൽ എത്രമാത്രം അഴുക്കുണ്ടെന്ന് നോക്കൂ. ഓ മൈ ഗോഡ്, ഇതൊന്നും അറിയാതെയാണല്ലോ നമ്മൾ ഇത്രയും കാലം ബസ്സിൽ ഞെളിഞ്ഞിരുന്നു പോയത്. രസകരമായ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്പർ 9. ടോയ്ലറ്റിലെ വെള്ളത്തിലും രഹസ്യമോ? ഒരു ദിവസം നിങ്ങൾ എത്ര തവണ ടോയ്ലറ്റ് ഉപയോഗിക്കാറുണ്ട്? ശരാശരി ഒരു മനുഷ്യൻ 4 മുതൽ 10 തവണയെങ്കിലും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നു. പക്ഷേ ഇവിടെയും ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എത്ര പേർക്കറിയാം? ഈ അമേരിക്കൻ ടോയ്ലറ്റ് ബൗളിനകത്തെയും ബ്രിട്ടീഷ് ടോയ്ലറ്റ് ബൗളിനകത്തെയും വെള്ളത്തിന്റെ അളവിലെ വ്യത്യാസം നോക്കൂ. ഇതെന്തുകൊണ്ടായിരിക്കും? ഫ്ലഷ് ടാങ്കിൽ നിന്നും വരുന്ന വെള്ളത്തിന്റെ പ്രഷർ അനുസരിച്ചാണ് ടോയ്ലറ്റ് വേസ്റ്റ് സെപ്റ്റിക് ടാങ്കിൽ എത്തുന്നത്. സൈഫോണിക്, വാഷ് ഡൗൺ എന്നിങ്ങനെ 2 തരം ടോയ്ലറ്റ് ഫ്ലഷ് മെക്കാനിസമാണ് ലോകത്തുള്ളത്. ഇതിൽ അമേരിക്കയിൽ ഉപയോഗിക്കുന്നത് സൈഫോണിക് സിസ്റ്റവും ഇന്ത്യ ഉൾപ്പെടെ മറ്റിടങ്ങളിൽ വാഷ് ഡൗണുമാണ് ഉപയോഗിക്കുന്നത്. ട്രാപ്പ് വേസിലെ ഡിസൈനിലുള്ള വ്യത്യാസമാണ് ബൗളിലെ വെള്ളത്തിന്റെ അളവിലെ വ്യത്യാസത്തിനും കാരണം. സൈഫോണിക്കിലേത് നീണ്ടതും കൂടുതൽ വളഞ്ഞതുമായ നാരോ പൈപ്പുകളാണ്. അതുകൊണ്ട് ബൗളിനകത്തെ വാട്ടർ ലെവലും ഉയർന്നിരിക്കും. അതേസമയം വാഷ് ഡൗൺ സിസ്റ്റത്തിൽ വലിയ പൈപ്പുകളാണ് ഉപയോഗിക്കുന്നതെങ്കിലും ടോയ്ലറ്റ് ബൗളിലെ വെള്ളം ഇതുപോലെ താഴ്ന്നു നിൽക്കുന്നു. ടോയ്ലറ്റ് ബൗളിലെ വെള്ളത്തിന്റെ അളവ് കൂടുന്തോറും ടോയ്ലറ്റിൽ നിന്നും പുറത്തു വരുന്ന ദുർഗന്ധവും കുറയുന്നു. സൈഫോണിക് ടോയ്ലറ്റുകളുടെ ഏറ്റവും വലിയ മെച്ചവും അതുതന്നെയാണ്. ഒരു വെള്ളത്തിൽ ഇത്രയും വലിയ കാര്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നമ്പർ 8. ജെറ്റ് വിമാനവും ആകാശത്തിലെ വെള്ളവരയും. ജെറ്റ് വിമാനങ്ങൾ പറക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആകാശത്ത് ഇങ്ങനെ വെള്ളവരകൾ ഉണ്ടാകുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഇതിന് പിന്നിലെ കാരണം വിമാനങ്ങൾ പറന്ന് ഉയരത്തിലേക്ക് എത്തുമ്പോൾ മുകളിലോട്ട് പോകുന്തോറും അന്തരീക്ഷ താപനില വളരെ കുറയുന്നു. അതായത് മുകളിലോട്ട് പോകുന്തോറും താപനില കുറഞ്ഞ് തണുപ്പാകുന്നു. ഈ സമയം വിമാനത്തിലെ എഞ്ചിൻ തണുത്ത കാറ്റ് ഉള്ളിലേക്ക് കയറ്റി ചൂടുകാറ്റ് പുറത്തേക്ക് തള്ളുന്നു. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ചൂടുകാറ്റ് പുറത്തുള്ള തണുത്ത കാറ്റുമായി ചേരുമ്പോൾ അപ്പോൾ തന്നെ നീരാവിയായി മാറുന്നു. ഇതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന വെള്ളവരകൾ. ഇവയെ കോൺട്രെയിൽസ് എന്ന് വിളിക്കുന്നു. ഇത് കണ്ട് പണ്ട് നമ്മൾ ഒരുപാട് ആകാശത്തോട്ട് നോക്കി നിന്നിട്ടില്ലേ? നമ്പർ 7. ചക്രരഹസ്യം. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴോ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് കാത്തിരിപ്പ് നീണ്ടുപോകുമ്പോഴോ വലിയ ട്രക്കുകളിലും ട്രെയിലറുകളിലും റോഡിൽ തൊടാതെ ഉയർന്നു നിൽക്കുന്ന ഒരു സെറ്റ് ടയറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് വാഹന നിർമ്മാതാക്കൾക്ക് പറ്റിയ അബദ്ധമൊന്നുമല്ല. ഇത്തരം വാഹനങ്ങൾ ഒരുപാട് ഭാരം കൂടിയ ചരക്കുകൾ വഹിക്കുന്നതിനാൽ ലോഡ് കൂടുതൽ കയറ്റും തോറും ഈ ചക്രങ്ങൾ റോഡിന്റെ നിരപ്പിലേക്ക് താഴുകയും വണ്ടിയുടെ പ്രധാന ആക്സലുകളിലെ അധിക ഭാരം കുറയ്ക്കുകയും ചെയ്യും വിധമാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റു വീലുകൾ പോലെ ഇവയും മുഴുവൻ സമയം റോഡിൽ തൊടും വിധം നിർമ്മിച്ചാൽ എന്താണ് കുഴപ്പം? കൂടുതൽ ചക്രങ്ങൾ ഒരേ സമയം റോഡുമായി സമ്പർക്കം വരുമ്പോൾ വണ്ടിയുടെ മൈലേജ് കുറയുന്നതിനാൽ ലാഭക്ഷമതയെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് ഒരു പരിധിയിലധികം ലോഡ് ഉള്ളപ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന ആക്സിലും ചക്രങ്ങളും ഇത്തരം ട്രക്കുകളിൽ കാണപ്പെടുന്നത്. ഈ ഐഡിയ ഇഷ്ടമായെങ്കിൽ ഇവിടെ ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ. നമ്പർ 6. അടഞ്ഞ പൈപ്പിനോട് വിട പറയാം. നിത്യജീവിതത്തിൽ നമ്മൾ മിക്കപ്പോഴും നേരിടാറുള്ള ഒരു പ്രശ്നമാണ് ബ്ലോക്കായ പൈപ്പുകൾ. ഉടനെ ഒരു ഈർക്കിലോ നേർത്ത കമ്പിയോ എടുത്ത് കുത്തി തൽക്കാലത്തേക്ക് ഈ പ്രശ്നം നമ്മൾ പരിഹരിക്കാറുണ്ട്. എന്നാൽ കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും പൈപ്പ് ബ്ലോക്ക് ആവും. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ട്. ഒരു കെറ്റിലിലേക്ക് അല്പം വൈറ്റ് വിനെഗർ ഒഴിച്ച് ചൂടാക്കുക. ചൂടാക്കുമ്പോൾ അടുക്കളയിലെ ജനലുകൾ തുറന്നിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ.
അല്ലെങ്കിൽ ആ രൂക്ഷഗന്ധം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കും. അതോടൊപ്പം അല്പം ബേക്കിംഗ് സോഡ ക്ലീൻ ചെയ്യേണ്ട പൈപ്പിന് മുകളിലിടുക. അല്പം നേരം കഴിഞ്ഞ് ചൂടാക്കിയ വിനാഗിരി ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ആ മിക്സ്ചർ നന്നായി നനഞ്ഞ് പതഞ്ഞ് മുകളിലേക്ക് വരും. ഈ പ്രോസസ്സിന് ശേഷം 1 മിനിറ്റോളം പൈപ്പ് തുറന്നു വെച്ച് ഇളം ചൂടുവെള്ളം അതിലൂടെ ഒഴിക്കുക. ഇപ്പോൾ നിങ്ങളുടെ പൈപ്പിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ അഴുക്കുകളും അവശിഷ്ടങ്ങളും പോയി പൈപ്പ് നല്ല ക്ലീൻ ആയിട്ടുണ്ടാകും. ഈ മെത്തേഡ് നിങ്ങളും വീട്ടിൽ പരീക്ഷിച്ച് നോക്കി അനുഭവങ്ങൾ കമന്റ് ചെയ്യണേ. നമ്പർ 5, ബൗൺസിംഗ് ബാറ്ററി. അത്യാവശ്യത്തിനൊരു ബാറ്ററി തിരയുമ്പോൾ മേശ വലിപ്പ് നിറയെ ബാറ്ററി ഉണ്ടെങ്കിലും ഇതിൽ ഉപയോഗിച്ചതേത് ഉപയോഗിക്കാത്തത് ഏതെന്ന് മനസ്സിലാകാതെ കൺഫ്യൂഷൻ അടിച്ച് നിന്നിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. പിന്നെ ഓരോ ബാറ്ററിയും എടുത്ത് റിമോട്ടിലോ ക്ലോക്കിലോ ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി ഒരുപാട് സമയവും പോകും. എന്നാൽ യൂസ്ഡ് ബാറ്ററിയും അൺയൂസ്ഡ് ബാറ്ററിയും എളുപ്പത്തിൽ തിരിച്ചറിയാനുള്ള ഒരു നുറുങ്ങുവിദ്യയുണ്ട്. വളരെ സിമ്പിളായ ഈ ട്രിക്ക് ഉപയോഗിച്ച് ബാറ്ററിയുടെ പവർ ലെവൽ ഈസിയായി കണ്ടെത്താം. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ചെറിയ ഉയരത്തിൽ നിന്നും അപ്രൈറ്റ് പൊസിഷനിൽ ബാറ്ററി താഴേക്കിടുക. ഉപയോഗിച്ചിട്ടില്ലാത്ത ബാറ്ററികൾ താഴേക്ക് വീഴുമ്പോൾ അധികം ബൗൺസ് ചെയ്യില്ല. അതേസമയം ഉപയോഗിച്ച പവർ കുറവുള്ള ബാറ്ററികൾ ബൗൺസ് ചെയ്യുന്നു. ബാറ്ററി സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ബാറ്ററിക്കകത്തെ രാസവസ്തുക്കൾ തമ്മിൽ പ്രവർത്തിച്ചാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. അതോടൊപ്പം അവിടെ പുതിയ കോമ്പൗണ്ട്സ് കൂടി രൂപപ്പെടുന്നു. അങ്ങനെ ബാറ്ററി പ്രവർത്തിക്കുമ്പോൾ രൂപപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ് സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡ് സ്വാഭാവികമായും ബൗൺസിയാണ്. ബാറ്ററി ഉപയോഗിക്കും തോറും ഇതിൽ രൂപപ്പെടുന്ന സിങ്ക് ഓക്സൈഡിന്റെ അളവും കൂടുന്നു. അങ്ങനെയാണ് ഉപയോഗിച്ച ബാറ്ററികൾ താഴെ വീഴുമ്പോൾ കൂടുതൽ ബൗൺസ് ചെയ്യുന്നത്. എന്നാലും ഇങ്ങനെ ഒരു ടെക്നിക്ക് ഇത്രയും കാലം നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ. നമ്പർ 4, നടപ്പാതകളിലെ മഞ്ഞവരകൾ. വളരെ തിരക്കേറിയതും ഹൈ ട്രാഫിക്കുമായ കോൺക്രീറ്റ് സൈഡ് വോക്സിൽ ഇങ്ങനെയൊരു ഹമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ടാക്ടൈൽ പേവിംഗ് എന്നാണ് ഇതിന്റെ പേര്. അന്ധരായ ആളുകൾക്ക് തിരക്കേറിയ റോഡുകളിലൂടെയും റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലൂടെയുമുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1960കളിൽ ജപ്പാനിലാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചത്. ടാക്ടൈൽ പേവിംഗ്സിന്റെ കാര്യക്ഷമത കൊണ്ട് ഇന്ന് ലോകത്താകമാനം വിവിധ തരത്തിലുള്ള ടാക്ടൈൽ പേവിംഗ്സ് ഉപയോഗിക്കുന്നു. നമ്പർ 3, സേഫ് സ്ട്രോബെറി. പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുന്നതിന് മുൻപ് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കൃത്യമായി വൃത്തിയാകാതിരുന്നാൽ അത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. സ്ട്രോബെറി കൃത്യമായി വൃത്തിയാക്കാനുള്ള ഒരു ഈസി ടിപ്പ് നിങ്ങളുമായി ഷെയർ ചെയ്യട്ടെ. 3 കപ്പ് തണുത്ത വെള്ളമെടുത്ത് അതിലേക്ക് 1 കപ്പ് വിനാഗിരി ഒഴിക്കുക. ഇതിലേക്ക് സ്ട്രോബെറി ഇട്ട് ഇതുപോലെ വട്ടത്തിൽ കറക്കുക. പിന്നീട് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് വേറെ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയുള്ള ടവൽ കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ തുടച്ചെടുക്കുക. ശേഷം ഒരു കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മൾ കുടിക്കുന്ന പെപ്സിയുടെയും കോളയുടെയും എല്ലാം ബോട്ടിലിനടിയിൽ ഇങ്ങനെയൊരു ഡിസൈൻ എന്തിനാണെന്നറിയാമോ? മോൾഡിനകത്ത് പ്ലാസ്റ്റിക് ട്യൂബ് വെച്ച് അതിലേക്ക് ഉയർന്ന മർദ്ദത്തിലുള്ള ഹോട്ട് എയർ അതിലേക്ക് നിറച്ചാണ് പ്ലാസ്റ്റിക് കുപ്പികൾ നിർമ്മിക്കുന്നത്. സോഫ്റ്റ് ഡ്രിങ്ക്സ് കുപ്പികളുടെ അടിവശത്ത് ഇങ്ങനെയൊരു വിചിത്രമായ ഡിസൈൻ വെച്ചിരിക്കുന്നതിന് പിന്നിലെ രഹസ്യമറിയണ്ടേ? സോഫ്റ്റ് ഡ്രിങ്ക്സിലുള്ള കാർബണേറ്റഡ് ഗ്യാസ് പുറത്തേക്ക് ബലം പ്രയോഗിക്കുകയും കുപ്പി ബാലൻസ് നഷ്ടപ്പെട്ട് താഴെ വീഴുകയും ചെയ്യുന്നു. ഇതൊഴിവാക്കാനാണ് സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കുപ്പിക്കടിയിൽ ഇങ്ങനെ 5 ബംപ്സ് വെച്ചിരിക്കുന്നത്. ലിക്വിഡിലെ ഹൈ പ്രഷർ ഈ ബംസിലൂടെ ബോട്ടിലിലേക്ക് തുല്യമായി ഡിവൈഡ് ചെയ്തു പോകുന്നു. ബോട്ടിലിനെ പ്രതലത്തിൽ ഉറപ്പിച്ചു നിർത്താനും ഈ ബംസ് സഹായിക്കുന്നു. നമ്പർ 2, മെറ്റൽ സാൻഡ്വിച്ച്. ഇനി പണത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയാലോ. 1792-ൽ അമേരിക്കൻ കോയിനുകൾ സ്വർണത്തിലും വെള്ളിയിലും ചെമ്പിലും നിർമ്മിക്കാൻ US ഗവൺമെന്റ് ഓർഡർ ഇട്ടു. $2.5, $5, $10 കോയിനുകൾ സ്വർണത്തിലും $, $half, ക്വാർട്ടർ ഡൈം, ഹാഫ് ഡൈം കോയിനുകൾ വെള്ളിയിലും സെന്റ്, ഹാഫ് സെന്റ് കോയിനുകൾ ചെമ്പിലുമാണ് നിർമ്മിച്ചത്. എന്നാൽ പിന്നീട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും മൂല്യം കുത്തനെ ഉയരുകയും ചെയ്തതിനാൽ US മിന്റ് കോയിനിന്റെ നിർമ്മാണത്തിലും മാറ്റം വരുത്തി. ഒരു കോയിൻ നിർമ്മിക്കാൻ ഏതെങ്കിലും ഒരു ലോഹം ഉപയോഗിക്കുന്നതിന് പകരം ഒന്നിലധികം ലോഹങ്ങൾ ലെയറുകളിലാക്കി വെച്ചാണ് ഇപ്പോൾ US മിന്റ് കോയിൻസ് നിർമ്മിക്കുന്നത്. നിക്കൽ, ചെമ്പ്, സിങ്ക് എന്നീ ലോഹങ്ങൾ സാൻഡ്വിച്ച് പോലെ അടുക്കി വെച്ചാണ് കോയിൻസ് നിർമ്മിക്കുന്നത്. ഇതിനെ ക്ലാഡ് കോയിൻസ് എന്നാണ് വിളിക്കുന്നത്. 2 മെറ്റൽ പാളികൾക്കിടയിൽ ഫില്ലിംഗ്സ് ആയി വെക്കുന്നത് ചെമ്പാണ്. നമ്പർ 1, ബാറിലെ സ്പൈറൽ സ്പൂണുകൾ. നിങ്ങൾ മദ്യപിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ബാർ ടെൻഡേഴ്സിന്റെ ഈ പെർഫോമൻസ് എങ്ങനെ ആസ്വദിക്കാതിരിക്കാനാവും? ഇവിടെ അവർ ഉപയോഗിക്കുന്ന സ്പൂൺ ശ്രദ്ധിച്ചോ? ബാറുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം സ്പൈറൽ സ്പൂണാണിത്. വെറും അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ഒരു സ്പൂണല്ല, മറിച്ച് ഇതിന് ചില ഉപകാരങ്ങൾ കൂടിയുണ്ട്. ബാർ ടെൻഡേഴ്സിന്റെ പണി കൂടുതൽ എളുപ്പമാക്കുന്നു എന്നത് തന്നെയാണ് ഇത്തരം സ്പൈറൽ സ്പൂൺസ് ഉപയോഗിക്കുന്നതിനുള്ള പ്രധാന കാരണം. കൂടാതെ മറ്റൊരു ബോട്ടിലിൽ നിന്ന് പാനീയം ഗ്ലാസിലേക്ക് ഒഴിക്കുമ്പോൾ ഇതുപോലെ കൃത്യമായി പുറത്തു പോകാതെ പാനീയം ഗ്ലാസിലെത്താൻ സ്പൈറൽ സ്പൂൺ സഹായിക്കുന്നു. സാധാരണ സ്പൂണാണെങ്കിൽ പാനീയം ഇതുപോലെ പുറത്തേക്ക് തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ ഒരിക്കലും മറന്നു പോകണ്ട, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്.
ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു ഫ്രണ്ട്സ്? എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ഇന്ന് കണ്ടതിൽ നിങ്ങൾക്കേറെ കൗതുകകരമായി തോന്നിയ ഫാക്ട് ഏതാണെന്ന് കൂടി കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു തകർപ്പൻ എപ്പിസോഡുമായി ഉടനെ കാണാം. See you soon.